ഇതേ ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് പോകുന്ന നല്ല ചൂട് സമയത്തെ കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചൂട് സമയത്ത് പറമ്പിലൊക്കെ പോയി പണിത് ഉച്ച സമയത്തൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഈ തണ്ണിമത്തൻ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് ചെറിയ പീസുകളൊക്കെ ആയിട്ട് എടുത്ത് നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. അതിങ്ങനെ ചെറിയൊരു നേർപ്പ് തണുപ്പായിട്ടുള്ളത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ തൊട്ടന്നെ നമ്മുടെ ആട്ടുംകൂട്ടി കിടന്ന ഒരാൾ ഭയങ്കര ബഹളം കൂട്ടും. വേറെ ആരുമല്ല, നമ്മുടെ പുല്ലനാണ്. ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ട് എന്ത് സാധനം നമ്മൾ വീടിൻ്റെ പിറകുവശത്ത് നിന്ന് കഴിക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞാൽ അത് അവനും വേണം. അതിന് വേണ്ടിയിട്ട് അവൻ ധൃതി കൂട്ടാറുണ്ട്. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ആ തണ്ണിമത്തൻ്റെ തൊണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അവന് കൊടുക്കും കേട്ടോ. തണ്ണിമത്തൻ നമ്മൾ കഴിച്ചതിന് ശേഷം ആയാലും കുറച്ച് ആ ഫ്ലഷ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, അതും ആ തണുപ്പോട് കൂടി അവന് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ചെറിയ പീസുകൾ അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോഴും അവൻ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇവൻ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പെട്ടകളുടെ സെക്ഷനിൽ അവർക്കും വേണം കേട്ടോ. അവരും ധൃതി കാണിക്കും. അങ്ങനെ നമ്മുടെ ശൃംഗാരിയാണ് കേട്ടോ ഇവൻ. പുല്ലൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ മിടുക്കെത്തി. അങ്ങനെ ശൃംഗാരിക്കും കൊടുത്തു, അതുപോലെ പാണ്ടിക്കുട്ടിയും കൊടുത്തു. അതിനുശേഷം നമ്മളുടെ ഞാറക്കുറക്കാരിക്കും സുന്ദരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ഫുഡ് കണ്ടമാനം ഞാറക്കുറക്കാരിക്കും സുന്ദരിക്കും നമ്മൾ കൊടുക്കാറില്ല കേട്ടോ. ചെറിയ രീതിയിൽ ഒന്ന് കൊടുക്കുക മാത്രമേ ഉള്ളൂ. കാരണം അവർ ചെനയായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്നോർത്ത് നമ്മൾ ഇങ്ങനെയുള്ളത് കൊടുക്കാറില്ല കേട്ടോ.